എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ കുടുംബശ്രീയിൽ കണ്ണൂർ ജില്ലയിൽ ജോലി അവസരമുണ്ട്. ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലി വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷനിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. വിവിധ ബ്ലോക്കുകളിലായി ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളിൽ ബ്ലോക്ക് തലത്തിൽ നിർവഹണത്തിനായി നിലവിലെ ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ തസ്തികയിലേക്ക് ഒഴിവുകളുണ്ട്. തസ്തിക ഏതാണെന്നും ക്വാളിഫിക്കേഷനും നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ബ്ലോക്ക് കോർഡിനേറ്റർ നോൺ ഫാം LH ആണ്. ഒഴിവുകളുടെ എണ്ണം 3. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിരുദാനന്തര ബിരുദം, കൂടാതെ കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി അംഗമായിരിക്കണം. പ്രായപരിധി 35 വയസ്സിൽ കൂടാൻ പാടില്ല. ശമ്പളം ലഭിക്കുന്നത് 20,000 രൂപയായിരിക്കും. ഇനി അടുത്ത പോസ്റ്റ് BC2 തസ്തികയുടെ പേര് ബ്ലോക്ക് കോർഡിനേറ്റർ ഫാം LH ആണ്. ഒഴിവ് 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് VHSC അഗ്രികൾച്ചർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ആണ്. കൂടാതെ കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി അംഗമായിരിക്കണം. പ്രായപരിധി 35 വയസ്സിൽ കൂടാൻ പാടില്ല. ശമ്പളം ലഭിക്കുന്നത് 20,000 രൂപയാണ്. ഇനി അടുത്ത തസ്തിക BC3 ആണ്. തസ്തികയുടെ പേര് ബ്ലോക്ക് കോർഡിനേറ്റർ IBC BF IM IS ആണ്. ഒഴിവുകളുടെ എണ്ണം 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ്. അതായത് MS വേർഡ് അല്ലെങ്കിൽ Excel ആണ്. ഈ തസ്തികയിലേക്ക് വനിതകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. കൂടാതെ കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി അംഗമായിരിക്കണം. പ്രായപരിധി 35 വയസ്സിൽ കൂടാൻ പാടില്ല. ശമ്പളം ലഭിക്കുന്നത് 15,000 രൂപയായിരിക്കും പെർ മന്ത്. അപ്പോൾ ഈ 3 പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. 1 വർഷത്തേക്ക് കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത്. സെലക്ഷൻ വരുന്നത് എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അപേക്ഷിക്കുന്ന ബ്ലോക്കിലെ സ്ഥിരതാമസക്കാർ തൊട്ടടുത്ത ബ്ലോക്കിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ജില്ലയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഏത് ജില്ലയിലുള്ളവർക്കായാലും അപേക്ഷിക്കാവുന്നതാണ്. ഇനി കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗം എന്നിവർക്ക് മാത്രമേ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തിപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കാനായിട്ടൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 24 ആണ്. അപേക്ഷിക്കാനായിട്ട് പരീക്ഷാ ഫീസ് ഉണ്ട്. 200 രൂപയാണ് വരുന്നത്. 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റാണ് നിങ്ങൾ അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ടത്. അതായത് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കണ്ണൂർ ജില്ല എന്ന പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റാണ് നിങ്ങൾ അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ടത്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന കവറിൻ്റെ മുകളിലായിട്ട് ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് അതിൻ്റെ കോഡ് നമ്പർ എഴുതേണ്ടതാണ്. അതായത് കുടുംബശ്രീ BC1 അല്ലെങ്കിൽ BC2 അല്ലെങ്കിൽ BC3 ഒഴിവിലേക്കുള്ള അപേക്ഷയെന്ന് വ്യക്തമായിട്ട് എഴുതേണ്ടതാണ്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നെങ്കിൽ ഓരോന്നിനും പ്രത്യേകം അപേക്ഷ കൊടുക്കേണ്ടതാണ്. ഇനി പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ BSNL ഭവൻ 3ാം നില റെപ്കോ ബിൽഡിങ്ങിന് സമീപം സൗത്ത് ബസാർ കണ്ണൂർ 2. ഫോൺ നമ്പർ 049727020880. അപ്പോൾ ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത്. താല്പര്യമുള്ളവർക്ക് ഈ യോഗ്യതയുണ്ടെങ്കിൽ പോസ്റ്റ് വഴി അയക്കാവുന്നതാണ്. ജോലി വരുന്നത് കണ്ണൂർ ജില്ലയിലായിരിക്കും. താല്പര്യമുള്ളവർ അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുമായിട്ട് തപാൽ വഴി അയച്ചു കൊടുക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.